ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇമോഷണൽ ഇൻറ്റിമസി ഇൻക്രീസ് ചെയ്യാനുള്ള 4 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഇമോഷണൽ ഇൻറ്റിമസി എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ ഒരു ഇമോഷണൽ ബോണ്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പലപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സംഭവിക്കാറുണ്ട്. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് നാൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആക്റ്റീവ് ലിസണിങ് ആണ്. നന്നായിട്ട് കേൾക്കുക. നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറെ അവരെന്തൊക്കെയാണോ പറയുന്നത് അത് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കുക, ഇരുന്ന് കൊടുക്കുക. നന്നായിട്ട് കേൾക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർ ചോദിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അത് തിരിച്ചു ചോദിക്കുക. അങ്ങനെ ആ ഒരു കോൺവെർസേഷനിൽ എൻഗേജ്ഡ് ആവുക. അവർ പറയുന്നതിന് മറുപടി നല്ല രീതിയിൽ പറയുക. നല്ല ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഫുൾ ടൈം ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല, പക്ഷേ അവർക്ക് തോന്നണം നിങ്ങൾ നന്നായിട്ട് അവരെ കേൾക്കുന്നുണ്ട് എന്നുള്ളത്. സോ ആക്റ്റീവ് ലിസണിങ് എന്നുള്ളതാണ് ഫസ്റ്റ് സീക്രട്ട് ഇമോഷണൽ ഇൻറ്റിമസി കൂട്ടാൻ. ദെൻ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫീലിങ്സ് എന്താണോ അത് അവരോട് ഓപ്പണായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പല സാഹചര്യത്തിലും സിറ്റുവേഷൻസിലും നമ്മുടെ ഫീലിങ്സിൽ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. എന്ത് വിഷയമായിക്കോട്ടെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നതെങ്കിൽ അവരടുത്ത് കിട്ടുന്ന സമയത്ത് എനിക്കിങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ, ഇങ്ങനെ തോന്നിയിട്ടോ എന്നുള്ളത് ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങൾക്ക് എങ്ങനെയാണോ ഓരോ സിറ്റുവേഷൻസും ഓരോ കാര്യങ്ങളും ഫീൽ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ അവിടെ ഒരു ചാൻസ് കിട്ടുകയാണ് അല്ലേ. അങ്ങനെയുള്ള ഒരു ഫീലിങ്സ് ഷെയർ ചെയ്യുന്ന ആ ഒരു ഓപ്പൺ ടോക്ക് ഒക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ 2 വ്യക്തികൾ തമ്മിൽ ഒരു ഇമോഷണൽ ഇൻറ്റിമസി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് ഇമോഷണൽ കെയർ ആണ്. ഇമോഷണൽ കെയർ എന്ന് പറയുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഹാപ്പിനെസ്സിലാണെങ്കിൽ ആ ഹാപ്പിനെസ്സിൽ അവരുടെ കൂടെ നിൽക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ദുഃഖത്തിലാണെങ്കിൽ ആ ദുഃഖത്തിൽ അവരെ മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇരിക്കാതിരിക്കുക. ഉദാഹരണമായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും വലുതായിട്ട് ഡ്രീം ചെയ്യുന്നു. ആ ഒരു ഡ്രീമിന് വളരെയധികം സപ്പോർട്ട് ചെയ്തത് ആ വ്യക്തിയുടെ ബ്രദറാണെന്ന് വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ. അപ്പോൾ ആ ഡ്രീം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ബ്രദറിൻ്റെ കൂടെ അത് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെ വിളിച്ചു പറയുകയാണ്, ഞാനിത് അച്ചീവ് ചെയ്തു കേട്ടോ, ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ അപ്രീസിയേഷനൊക്കെ കൊടുക്കും. എന്നിട്ട് അവർ പറയുകയാണ്, നമുക്കിന്ന് ഈവനിങ് ബ്രദറിൻ്റെ വീട്ടിലോട്ട് പോയാലോ, അല്ലെങ്കിൽ ബ്രദറിനെ കാണാൻ പോയാലോ, നമുക്കൊന്നിച്ച് അവിടെ ഇരുന്ന് ഇത് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് അയ്യോ എനിക്ക് ഇന്ന് പറ്റത്തില്ല, ഇന്ന് ബിസിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പാർട്ട്ണറുടെ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ ഹാപ്പിനെസ്സിൽ ഇൻവോൾവ്ഡ് ആവാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇമോഷണൽ ഇൻറ്റിമസി കുറയാനുള്ള ചാൻസ് ഉണ്ട്. സോ അവിടെ നിങ്ങൾ ചെയ്യേണ്ടതും അവരുടെ ഹാപ്പിനെസ്സിൽ അവരുടെ കൂടെ ഇൻവോൾവ്ഡ് ആവുക, അത് ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ അവരൊരു ദുഃഖത്തിലിരിക്കുകയാണ്, ആരെങ്കിലും വഴക്ക് പറഞ്ഞു, ചീത്ത പറഞ്ഞു, ഓഫീസിൽ നിന്നാവാം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ വേറെ ആരെങ്കിലും വഴക്ക് പറഞ്ഞതാവാം. അങ്ങനെ ദുഃഖത്തിലിരിക്കുന്ന സമയത്ത് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മ ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ ഓഫീസിലെ ബോസ് ചീത്ത പറഞ്ഞു എന്ന് പറയുന്ന സമയത്ത് അത് കുഴപ്പമില്ല, സാരല്ല, പോട്ടെ എന്നല്ല പറയേണ്ടത്. ആണോ, എന്താ പറഞ്ഞ് എന്നൊക്കെ ചോദിച്ച് അവരോട് അവർക്ക് വിഷമമായി, നിനക്ക് വിഷമമായാലേ ഞാൻ മനസ്സിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ സപ്പോർട്ടീവായിട്ട് അവരുടെ വിഷമത്തിൽ പങ്കുചേർന്ന് ഒരു ചെറിയ രീതിയിലുള്ള ഫിസിക്കൽ ടച്ച് ആവാം, ചിലപ്പോൾ തോളിലൊന്ന് തട്ടുന്നതാവാം. അതൊക്കെ ആയിരിക്കും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് പോയിട്ട് അത് സാരല്ല പോട്ടെ എന്ന് പറയുന്നതല്ല ശരിക്കുമുള്ള മോട്ടിവേഷൻ. അപ്പോൾ അവർ സാഡാണെങ്കിൽ അതിൽ നമ്മൾ ഇൻവോൾവ്ഡ് ആവുക, അവരുടെ ഇമോഷൻ മനസ്സിലാക്കുക. ഹാപ്പിനെസ്സിലാണെങ്കിൽ ആ ഹാപ്പിനെസ്സിൽ നമ്മൾ പങ്കുചേരുക. ഇങ്ങനെ അവരുടെ കൂടെ നിന്ന് ആ ഒരു ഇമോഷനെ കെയർ ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സോ അത് ഇമോഷണൽ ഇൻറ്റിമസിയുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുന്നത് ഡേറ്റ് നൈറ്റ് എന്നുള്ളതാണ്. വീക്ക്ലി വൺസ് പോസിബിൾ ആണെങ്കിൽ എല്ലാ
ആഴ്ചയിലും ഒരു ദിവസമെങ്കിലും പുറത്ത് നല്ല അടിപൊളി ഡിന്നറൊക്കെ കഴിച്ച് നല്ലൊരു കോൺവെർസേഷനിലൊക്കെ ഏർപ്പെടുന്നത് ഒരു ഇമോഷണൽ ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അല്ലെങ്കിൽ മന്ത്ലി വൺസ് നിങ്ങളൊരു ഡേറ്റ് നൈറ്റ് പ്ലാൻ ചെയ്യുന്നതും ഇമോഷണൽ ഇൻറ്റിമസി കൂട്ടാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ ഈ 4 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമോഷണൽ ഇൻറ്റിമസി കൂട്ടാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ വീഡിയോസ് ഒന്ന് അയച്ചു കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. എനിവേ താങ്ക് യു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്തേ.